They say that I'm on the road, maybe I just lost control. Good nights keep on taking tolls, find me out here on my own. They say that I'm on the road, maybe I just lost control. Good nights keep on taking tolls, find me out here on my own. ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് മൈ ഡീമന്റെ ഫൈനൽ എപ്പിസോഡാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ ഡൊക്യോങ്ങിന്റെ അച്ഛനും ജിയോങ്ങിനെ ഷൂട്ട് ചെയ്യാൻ വന്നപ്പം ഡോഹി അടക്കേറി അവൾ മരിച്ചുപോയി കാണും. അങ്ങനെ അതോടെ ജിയോങ്ങൻ ദേഷ്യത്തി ഡൊക്യോങ്ങിന്റെ അച്ഛനെ തിരിച്ച് ഷൂട്ട് ചെയ്യാൻ വരാണ്. അയാളും തിരിച്ച് ദൂരേക്ക് ചെന്ന് വീഴും, പക്ഷെ മരിക്കത്തില്ല. അതിനുശേഷം ജിയോങ്ങും അവൾക്ക് ജീവനുണ്ടെന്ന് നോക്കുമ്പോഴാണ് അവൾ മരിച്ചുപോയ കാര്യം അറിയുന്നത്. അതിനുശേഷം അവനും കരഞ്ഞോണ്ട് അവൾക്ക് തിരിച്ച് ജീവൻ കൊടുക്കാൻ തീരുമാനം. കാരണം ഡീമൺസിനെ കൊണ്ട് ജീവൻ എടുക്കാനും ജീവൻ കൊടുക്കാനും പറ്റും. പക്ഷെ ഇതുവരെ അവൻ അതൊക്കെ ചെയ്യാത്തത്. അങ്ങനെ അവൻ ചെയ്യുവാണ് അവൻ കത്തി ഇല്ലാതാകും. അങ്ങനെ അതോർത്തിട്ടാണ് അവൻ ഇതുവരെ അവൻ കൺട്രോൾ ആയിട്ടിരുന്നത്. പക്ഷെ ഇപ്പൊ ഡോഹി തന്നെ മരിച്ചുകൊണ്ട് അവൻ ചത്താലും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് അവൻ ഡോഹിക്ക് ജീവൻ കൊടുക്കും. അതോടെ അവൾക്കും ബോധം വന്ന് ജിയോങ്ങിനെ നോക്കുമ്പോഴാണ് അവൻ റൂള് തെറ്റിച്ച് ഒരു മരിച്ചുപോയ വ്യക്തിക്ക് ജീവൻ തന്നുകൊണ്ട് അവനും കത്തി നശിക്കാൻ പോകും. അപ്പനാണ് ഇത് കണ്ട് അവളും വിഷമിച്ച്, ജിയോങ് എനിക്ക് എല്ലാ സത്യം ഓർമ്മ വന്ന്, നീ പാസ്റ്റ് ലൈഫിൽ സ്നേഹിച്ചത് എന്നെയല്ലേ, എനിക്ക് നിന്നോട് കുറെ കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് ഇവളും വിഷമിച്ച് പറയുമ്പോൾ തന്നെ അവനെ അവൾ സന്തോഷം നോക്കി ചിരിച്ചോണ്ട് മൊത്തത്തിൽ ഇല്ലാതായി പോകും. അങ്ങനെ ഇത് കണ്ട് അവളും പൊട്ടിക്കരയും. ഇവളെ രക്ഷിക്കാൻ വേണ്ടി അവൻ മരിച്ചോ എന്ന് പറഞ്ഞ് അപ്പനാണ് ഇതൊക്കെ കണ്ട് ദൈവം വിഷമിച്ചോണ്ട് അപ്പൊ അവസാനം നീ ഇതാണ് തീരുമാനം എടുത്ത് എന്ന് അവന് ഫീൽ ചെയ്തോണ്ടിരിക്കും. കാരണം പണ്ടത്തെ പോലെ തന്നെ ജിയാങ്കാറിന് ഡോഹി മരിച്ചോ എന്ന് ദൈവം പറഞ്ഞു കാണും. പക്ഷെ ഈ തവണ അവ അതിനെ സമ്മതിക്കാതെ അവന്റെ ജീവൻ കൊടുത്ത് ഡോഹിയെ രക്ഷിച്ച്. അങ്ങനെ ഇതൊക്കെ ആലോചിച്ച് അവരും ചെറുതായിട്ട് ഫീൽ ചെയ്യും. അതിനെ ഈ കാര്യം അറിഞ്ഞ് പാർക്കും യങ്സിയും കൂടെ പൊട്ടിക്കരഞ്ഞോണ്ടിരിക്കും. അങ്ങനെ ജിയോങ് ഇല്ലാതെ പോയി ഇപ്പൊ ഒരാഴ്ചയായി. അപ്പോഴാണ് പോലീസും കൺഫ്യൂസ് ആയിരിക്കും ജിയോങ് എവിടെ പോയെന്ന് പറഞ്ഞ്. അങ്ങനെ ഇവര് ഡോഹിയോട് ചോദിച്ചാലും അവൾ അവനെ കുറിച്ച് ഒന്നും തന്നെ പറയത്തില്ല. അതേസമയം ഡൊക്യോങ്ങിന്റെ അച്ഛനെയും അറസ്റ്റ് ചെയ്ത് വെച്ചേക്കും. അയാളും ജിയോങ്ങിനെ കൊന്നെന്നറിഞ്ഞ് ഒരു സൈക്കോ പോലെ ബിഹേവ് ചെയ്തോണ്ടിരിക്കും. അതിനുശേഷം ഇപ്പൊ ഡോഹിയെ കാണിക്കുവാണ്. അവളും വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാതെ റൂമിൽ തന്നെ അടഞ്ഞിരിക്കുമ്പോഴാണ് ഇതോർത്ത് പേടിച്ച് സിയോക്ക് സെക്രട്ടറിയും കൂടെ വാതിൽ പൊട്ടിച്ച് അകത്തേക്ക് കയറാൻ നോക്കും. അപ്പോഴാണ് അവൾ ഫ്രണ്ടിൽ നിൽക്കുന്നതാണെന്നത്. ഇത് കണ്ട് സിയോക്ക് അടുത്തേക്ക് ചെന്ന് അവൾ സമ്മാനപ്പെടുത്തും. ഡോഹി നീ എന്തോ നനഞ്ഞിരിക്കുന്നത്, നിനക്ക് പനി പിടിക്കും ഏതിന് അവനും കയറിയുമ്പോഴാണ് സെക്രട്ടറിയും അവിടുത്തെ കെട്ടനൊക്കെ പിടിച്ച് മാറ്റിയിട്ടിട്ട് അവള് പുറത്തോട്ടൊക്കെ പോയി റിലാക്സ് ചെയ്യാൻ പറയും. അപ്പോഴാണ് അവളും വിഷമിച്ചോണ്ട് ഇതിനുമുമ്പ് ഞാനും ജിയോങ്ങും ബ്രേക്കപ്പ് ചെയ്തപ്പം അവനെ കണ്ടില്ലെങ്കിലും അവനുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്യായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് അവനെ ഫീൽ ചെയ്യാനും പറ്റുന്നില്ല. കാരണം അവൻ ഇവിടെ വേണ്ട ഏതിന് അവളും വിഷമിച്ച് അറിയുമ്പോഴാണ് ഇത് കണ്ട് സിയോക്കിന് സഹിക്കാൻ പറ്റാതെ എപ്പോഴെങ്കിലും അതിനെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കേണ്ടെന്ന് അവളെ സമ്മാനപ്പെടുത്തും. അപ്പോഴാണ് അവളും അതൊന്നും കേൾക്കാതെ ഇവൾക്ക് ജീവൻ തരാൻ വേണ്ടിയല്ലേ അവൻ മരിച്ചുപോയെന്ന് ഇവള് കുറ്റബോധത്തിരിക്കും. അങ്ങനെ ഇതിനുമ്പ് ജിയോങ് എങ്ങനെയാണ് ഫീൽ ചെയ്ത അതേ അവസ്ഥയിലാണ് ഇപ്പൊ ഇവള്. പക്ഷെ അവൻ തന്ന ജീവനായതുകൊണ്ട് അവൾക്ക് മരിക്കാനും തോന്നത്തില്ല. അതിനുശേഷം അവളുടെ കണ്ടീഷൻ വീക്കായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുമ്പോഴാണ് സെക്രട്ടറി അവളുടെ അവസ്ഥ കണ്ടിട്ട് ഇതേപോലെ അവളുടെ പാരന്റ്സ് മരിച്ചപ്പോഴും അവൾ ഇങ്ങനായിരുന്നെന്ന് പറയും. അപ്പോഴാണ് ഇത് കേട്ട് സിയോക്കും അവളുടെ അവസ്ഥ നോക്കി അവന് വിഷമിച്ച് കരഞ്ഞോണ്ടിരിക്കും. എന്നിട്ട് അടുത്ത ദിവസം ഡോഹിയും ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിപ്പോയി അവളും ജിയോങ്ങിനെ ആദ്യമായിട്ട് കണ്ട ആ സ്ഥലത്ത് നിൽക്കും. ജിയോങ് നീ പോയപ്പോലെ ഞാനും മരിച്ചുപോയി, നീ ഒരു ഡീമൺ അല്ലേ, എന്റെ അടുത്ത് ഡീൽ ചെയ്യാവോ, എന്റെ ആഗ്രഹം എന്താന്ന് വെച്ചാ നീ തിരിച്ച് ജീവനോട് വരണം എന്നിട്ട് അവളും ഫീൽ ചെയ്ത് പറയുമ്പോഴാണ് ഇതൊക്കെ ആ ക്ലോക്ക് ടവറിൽ ഇരുന്ന് ദൈവം കേട്ടോണ്ടിരിക്കും. അപ്പോഴാണ് അവർക്ക് അവളോട് പാവം തോന്നി ആഗ്രഹം അങ്ങ് സഹായിച്ചു കൊടുക്കും. അങ്ങനെ ഡോഹിയും വിഷമിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ജിയോങ്ങിന്റെ പവർ യൂസ് ചെയ്ത പോലെ ആ വെള്ളം എല്ലാം സ്റ്റോപ്പായി നിൽക്കും. ഇത് കണ്ട് അവളും ഷോക്കായി തിരിഞ്ഞു നോക്കുമ്പോഴാണ് ഇവളുടെ അടുത്ത് ജിയോങ് നിൽക്കുന്നത്. ഇത് കണ്ട് അവൾക്ക് വിശ്വസിക്കാതെ ജിയോങ് ഞാൻ സ്വപ്നം കാണുവാണോ അല്ലേ ഞാൻ മരിച്ചുപോയോ എന്നിട്ട് ഇവളും കൺഫ്യൂസ് ആയിരിക്കുമ്പോഴാണ് അവനെ സന്തോഷത്തി അവളെ തന്നെ നോയിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് അവൾ ഇതൊക്കെ സ്വപ്നമായിരിക്കില്ലെന്ന് പറഞ്ഞ് അവനെ ഹഗ് ചെയ്യുമ്പോഴാണ് അവൾക്ക് വിശ്വാസം വരുന്നത് ജിയോങ് ഇവിടെ നിപ്പുണ്ടെന്ന്. അപ്പോഴാണ് അവൻ അവളോട് ഡോഹി നീ മരിച്ചിട്ടും ഇല്ല, നീ സ്വപ്നം കാണുമല്ല, മേരി ക്രിസ്മസ്, നമുക്ക് ഈ ക്രിസ്മസ് ഒരുമിച്ച് ആഘോഷിക്കാം എന്നിട്ട് അവനും തിരിച്ചു വന്നോടെ അവള് സന്തോഷത്തി അവനെ ഹഗ് ചെയ്യും. അതിനുശേഷം ഇവരും തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോഴാണ് ഡോഹി അവൻ തിരിച്ചു വന്ന സന്തോഷത്തി ജിയോങ് നീ എന്റെ അടുത്തുണ്ടെന്ന് എനിക്ക് വിശ്വസിക്കാനേ വയ്യ, എന്തായാലും നീ ഇല്ലാത്ത സമയമൊക്കെ എനിക്ക് നരകത്തിനെ പോലെ ആയിരുന്നു എന്നിട്ട് ഇവൾ പറയുമ്പോഴാണ് അവൻ അവൾ ഹഗ് ചെയ്ത് ഡോഹി നീ ഇല്ലാതെ ഞാനും നരകത്തിലായിരുന്നു, പക്ഷെ അത് റിയൽ ആയിട്ടുള്ള നരകമാണെന്നേ ഉള്ളു എന്നിട്ട് അവരുടെ റൊമാൻസ് ചെയ്യുന്നതൊക്കെ ദൈവം സന്തോഷത്തി അവിടെ നിന്ന് ഫീൽ ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് അവിടെ നിന്ന് നേരെ ജിയോങ് ഇവിടേക്ക് വന്നിട്ട് ദൈവമേ താങ്ക് യു സോ മച്ച്, നിങ്ങൾ എന്തിനെ ഹെൽപ്പ് ചെയ്താ എന്നിട്ട് ഇവൻ ഷോക്കാകുമ്പോഴാണ് അവരും മെരി ക്രിസ്മസിന് ഇങ്ങനെ മിറാക്കലൊക്കെ സംഭവിക്കും. ഡോഹി നീ തിരിച്ചു വരണമെന്ന് കോൺട്രാക്ട് ഇട്ടായിരുന്നു, അതാ ഡീമൻ നീ ഇല്ലാത്തോണ്ട് ഞാൻ ആ പണി ഏറ്റെടുത്ത് എന്നിട്ട് ഇവര് പറയുമ്പോഴാണ് അവനും പേടിച്ചിട്ട് നിങ്ങളുടെ ഉദ്ദേശം എന്തോ അവളെ നരകത്തിലേക്ക് പറഞ്ഞേക്കാനാണോ, അതിന് ഞാൻ സമ്മതിക്കില്ല എന്നിട്ട് ഇവൻ പേടിക്കുമ്പോഴാണ് അവനും ചിരിച്ചിട്ട് വിഷമിക്കണ്ട, ഞാൻ നിന്നോട് ചുമ്മാ പറഞ്ഞ നമ്മൾ ഇതിനു മുമ്പ് ഡീൽ ചെയ്തിട്ടില്ല, നിങ്ങൾ രണ്ടുപേരും മരിച്ചു പോകാതെ നിന്റെ പവേഴ്സ് നീ തിരിച്ചു വാങ്ങിക്കുവാണ് ഞാൻ തോറ്റു വന്ന്, അതുകൊണ്ട് ഞാൻ ബെറ്റി തോറ്റായതുകൊണ്ട് ഇപ്പൊ ഞാൻ നിന്നെ തിരിച്ച് ജീവനോട് കൊണ്ടുവന്ന് എന്നിട്ട് ഇവര് പറയുമ്പോഴാണ് അവന് ഹാപ്പി ആയിട്ട് എങ്കിൽ പിന്നെ ഗോഡ് നിങ്ങൾക്കൊരു ഡീമനെ വർക്കറായിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഒരു ഹാൻഡ്സം ആയിട്ടുള്ള
ആയിട്ടുള്ള ഡീമൻ ഇവിടെ സഹായിക്കാൻ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. ഏതിന് ഇവനെ കുറിച്ച് പറയുമ്പോഴാണ് അവരതിന് എപ്പോഴാണ് ഇവനെ ജോലിയിൽ നിന്ന് പുറത്താക്കുകയും ചോദിക്കും. അങ്ങനെ അതോടെ പഴയതുപോലെ ഇവർ രണ്ടുപേരും ഒരുമിച്ച് വർക്ക് ചെയ്യും. അതിനുശേഷം ജിയോൻ തിരിച്ചു വന്ന കാര്യം അറിഞ്ഞ് പാർക്ക് യങ്സും കൂടെ അവിടെ സന്തോഷത്തേക്ക് ഓടി ചെല്ലും. അപ്പോഴാണ് ഇത് കണ്ട് അവനും പേടിച്ച് ദാ എന്നെ വിഷമിച്ച് ഹഗ് ചെയ്യല്ലേ, എനിക്ക് വയ്യാതിരിക്കുക എന്നിന് ഇവനും പറയുമ്പം അവരുടെ അതും കേൾക്കാതെ അവനെ പിടിച്ച് ഞെരുക്കും. ഇത് കണ്ട് അവനെ സന്തോഷത്തിരിക്കും. അതിനുശേഷം അന്ന് രാത്രി ജിയോങ്ങും തിരിച്ച് വീട്ടിലേക്ക് ചെന്നിട്ട് ഡോഹിയുടെ കൂടെ ക്രിസ്മസ് ട്രീ റെഡിയാക്കുമ്പോഴാണ് അവൾ ഇവൻ ചെയ്യുന്നതിനെ കണ്ട് ക്രിസ്മസ് എപ്പോഴേ കഴിഞ്ഞെന്ന് പറയും. അപ്പോഴാണ് അവനും ക്രിസ്മസ് പോകുന്നേ പോട്ടെ, നമ്മുടെ ക്രിസ്മസ് ഇപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏതിന് അവരുടെ കൂടെ സന്തോഷത്തിൽ സെലിബ്രേറ്റ് ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് അവൾ അവനോട് ചോദിക്കുന്നത്, ജിയോങ് ഞാൻ നിന്നോട് ഒരു കാര്യം ചോദിച്ചോട്ടെ, എന്റെ അച്ഛൻ നിന്റെ അടുത്ത് എന്തോ കോൺട്രാക്ട് ചെയ്ത് അതെന്നോട് പറയാ, അതെന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, എനിക്ക് ജസ്റ്റ് അറിയണമെന്നുണ്ട്. ഏതിന് ഇവളും ചോദിക്കുമ്പോഴാണ് അവൻ ആ സ്റ്റോറി എടുത്ത് പറയുന്നത്. അങ്ങനെ ഡോഹിയും ജനിക്കാൻ പോകുന്ന ദിവസം ഇവർക്കൊരു കാർ ആക്സിഡന്റ് പറ്റും. അതുകൊണ്ട് അച്ഛൻ അമ്മയെ വിളിച്ചോണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ തന്നെ അവിടെ അതിനുമ്പ് തന്നെ കുറെ കേസാണ്, അതുകൊണ്ട് വേറെ ഹോസ്പിറ്റലിലേക്ക് പോകാൻ പറയും. അങ്ങനെ ആ മഴയത്ത് അച്ഛനും അമ്മയും വിളിച്ചോണ്ട് പോകുമ്പോൾ തന്നെ അവർ വയ്യാതെ തറയിലേക്ക് വീഴും. അങ്ങനെ ഇവരുടെ അവസ്ഥ കണ്ട് അച്ഛനും ആരെയൊക്കെ സഹായം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് ജിയോങ് വന്നിട്ട് ഇവന്റെ അടുത്ത് കോൺട്രാക്ട് ചെയ്ത തന്റെ വൈഫിനും ജനിക്കാൻ പോകുന്ന കൊച്ചിനും അവ ഹെൽപ്പ് ചെയ്യാന്ന് പറയും. അങ്ങനെ അതിന് പകരമായിട്ട് ഡോഹിയുടെ അച്ഛൻ നരകത്തിൽ പോകണമെന്ന് പറയുമ്പോഴാണ് അച്ഛൻ ഇത് കേട്ട് ആദ്യം ഇവരുടെ ജീവൻ രക്ഷിച്ചാൽ മതിയെന്ന് അവന്റെ അടുത്ത് കോൺട്രാക്ട് ചെയ്ത് കാണും. അങ്ങനെ ഇതാണ് ഡോഹിയുടെ അച്ഛൻ ജിയോങ്ങിനോട് ചെയ്ത കോൺട്രാക്ട്. അങ്ങനെ ഇതെല്ലാം അറിഞ്ഞിട്ട് അവളും, അപ്പൊ ജിയോങ് ആ സമയത്തും നീ എന്നെ രക്ഷിച്ചല്ലേ? ഏതിന് ഇവള് ചോദിക്കുമ്പോഴാണ് അവനും, അല്ല നിന്നെ രക്ഷിച്ചത് ഞാനല്ല, നിന്റെ അച്ഛന്. നിന്റെ ലൈഫിന് വേണ്ടി അദ്ദേഹം നരകത്തിലേക്ക് പോയി, ആ വ്യക്തി യഥാർത്ഥത്തെ ഹീറോ. ഈ കാര്യം ഞാൻ നിന്നോട് പറയാത്തത് നീ ഇതോർത്ത് കൺഫ്യൂസ് ആണെന്ന് പറഞ്ഞ. ഏതിന് ഇവൻ പറയുമ്പോഴാണ് അവളും, ജിയോങ് എന്തായാലും എന്നോട് പറയണമായിരുന്നത്, നീ കാരണം ഞാൻ എന്റെ ഫാമിലി ആയിട്ട് 10 വർഷം ഹാപ്പി ആയിട്ട് ജീവിച്ച്, പാസ്റ്റ് ലൈഫിൽ എപ്പോഴും നീ എപ്പോഴും എന്റെ കൂടെ ഉണ്ട്. ഏതിന് ഇവർ രണ്ടുപേരും കൂടെ കിസ് ചെയ്യും. അങ്ങനെ അടുത്ത ദിവസം ഇവർ രണ്ടുപേരും കൂടെ വീണ്ടും ഒരുമിച്ച് കമ്പനിയിലേക്ക് പോകുമ്പോഴാണ് ഇത് കണ്ട് അവിടുത്തെ എംപ്ലോയീസ് എല്ലാം ജിയോങ് തിരിച്ചു വന്നതി സന്തോഷപ്പെട്ടിരിക്കും. അപ്പോഴാണ് സെക്രട്ടറി അവിടേക്ക് വന്ന് വെൽക്കം ബാക്ക് ജിയോങ് എന്ന് പറഞ്ഞ് അകത്ത് ഇവർക്ക് വേണ്ടി സിയോക്ക് വെയിറ്റ് ചെയ്യുന്ന കാര്യം പറയും. അങ്ങനെ ഇതോടെ ജിയോങ്ങിന് ടെൻഷനായി അകത്തേക്ക് കയറി ചെല്ലുമ്പോഴാണ് അവനും ദേഷ്യത്തി, എടാ ജിയോങ് നീ എത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഡോഹി നീ വേദനിപ്പിക്കും. ഏതിന് അവന് ഓടി വന്ന് ജിയോങ്ങിനെ ഹഗ് ചെയ്തിട്ട് ഫീൽ ചെയ്തോണ്ടിരിക്കും, ഇനി മേലെ നീ ഇവിടെ നിന്നും പോവല്ല, നീ ഇല്ലാതെ ഞങ്ങളൊക്കെ ഫീൽ ചെയ്ത്. ഏതിന് അവന്റെ സ്നേഹം കാണിക്കുമ്പോഴാണ് ജിയോങ് ഇതെല്ലാം കണ്ടിട്ട്, ഡോഹി ഇവനെ പിടിച്ചൊന്ന് മാറ്റാവോ പ്ലീസ് ഹെൽപ്പ്. ഏതിന് അവൻ അവിടെ നിന്ന് വിളിക്കുമ്പോൾ ഇവളതൊക്കെ കണ്ട് ചിരിച്ചോണ്ടിരിക്കും. അതേസമയം ഇപ്പോ ഇവന്മാരുടെ റെസ്റ്റോറന്റ് ഒക്കെ കുറച്ച് പിക്കപ്പായി ആൾക്കാരൊക്കെ വരാൻ തുടങ്ങും. അങ്ങനെ അന്ന് പേടിച്ചു പോയവനൊക്കെ ഗേൾഫ്രണ്ട് ആയിട്ട് അവിടെ വരുമ്പോഴാണ് ഇത് കണ്ട് ഇവന്മാരും, സാർ നിങ്ങൾ എപ്പോഴും വരണം, നിങ്ങൾക്ക് ഞങ്ങൾ സ്പെഷ്യൽ ആയിട്ടുള്ള ഓഫർ ഒക്കെ തരാം. ഏതിന് അവന്മാർ അവിടെ നിന്ന് ബിസിനസ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് ജിയോങ്ങും ഒരു ഗിഫ്റ്റ് ആയിട്ട് വരുന്നത്. ഇത് കണ്ട് അവന്മാർ ഇമോഷണലായി, ഓ ബോസ് നിങ്ങൾ തിരിച്ചെത്തിയോ, പക്ഷേ ഇത് അഴുക്കു തുണിയായിരുന്നു. ഏതിന് അവനെ ഓടി അടുത്തേക്ക് ചെല്ലും. അതിനുശേഷം അവന്മാരും ജിയോങ്ങിന്റെ ഇരുന്ന ഗിഫ്റ്റ് വാങ്ങി വെച്ചിട്ട് ഇവന് കഴിക്കാൻ എന്തൊക്കെ വേണമെന്ന് ഓർഡർ എടുത്തോണ്ടിരിക്കും. അതിനുശേഷം അവരെല്ലാരും കൂടെ പരസ്പരം സന്തോഷിച്ച് സംസാരിച്ചോണ്ടിരിക്കും. ബോസ് നിങ്ങൾ മെലിഞ്ഞു പോയല്ല, നരകത്തിൽ ഫുഡൊന്നും ഇല്ലായിരുന്നു. ഏതിന് അവരൊക്കെ സംസാരിക്കുന്ന അതേസമയം ഡോഹിയെ കാണാൻ വേണ്ടി മാഡം ജോയുടെ മകളും വരും. കാരണം ഡൊക്യുങ്ങിന്റെ അച്ഛന് പോലീസ് സ്റ്റേഷൻ ആയതുകൊണ്ട് അടുത്ത ചെയർമാൻ ആകാൻ പോകുന്നത് ഡോഹിയാണ്. അങ്ങനെ ഇവളെ കൈക്കലാക്കാൻ വേണ്ടി അവർ നേരിട്ടെന്ന് ഡോഹിയോട് കെഞ്ചും, ഡോഹി എന്തായാലും നമ്മളൊക്കെ ഫാമിലി അല്ലേ, പ്ലീസ് എന്റെ മക്കളെ മറക്കല്ലേ, നമ്മുടെ കമ്പനിയുടെ ഫ്യൂച്ചർ ഇവരാ, ഓസ്റ്റിൻ ജസ്റ്റിൻ, ഒരുത്തതിന്റെ ലെഫ്റ്റിലും കാണും ഒരുത്തതിന്റെ റൈറ്റിലും കാണും. ഏതിന് അവർ പറയുമ്പോഴാണ് ഇവളും തിരിച്ചോണ്ട് ഇവരെ പിടിച്ച് പുറത്താക്കും. അതിനുശേഷം ഡോഹിയും അവര് പറഞ്ഞേ കേട്ട്, ഫാമിലിയോ ഇപ്പോഴും ഓർമ്മ വന്ന് എനിക്കൊരാളെ കാണണമല്ല. ഏതിന് അവളും ഡൊക്യുങ്ങിന്റെ അച്ഛനെ കാണാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിൽ ചെല്ലും. അങ്ങനെ ഇവളെ കണ്ട് അവനെ സന്തോഷത്തി, ഡോഹി നിന്റെ മനസ്സ് കല്ലാൻ തോന്നല്ല, നീ സ്നേഹിച്ചെല്ലാരും മരിച്ചുപോയി, പക്ഷെ നീ ഇവിടെ സ്ട്രോങ് ആയിട്ടൊന്നും ഇരിക്കുന്നു, ഇത്രയ്ക്കുള്ള സ്നേഹം. ഏതിന് ഇയാളും കളിയാക്കുമ്പോഴാണ് അവളും പറയുന്നത്, സോറി നീ അവസാനം പ്ലാനിട്ട് എല്ലാം തെറ്റിപ്പോയി, ജിയോങ് ഇപ്പം ജീവനോടുണ്ട്. ഏതിന് ഇവളും പറയുമ്പോഴാണ് അവനെ ഒന്നും വിശ്വസിക്കാതെ, നീ എന്തോ വിചാരിച്ച, നീ പറയുന്നില്ല ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ അതെല്ലാം വേദനയോടെ കണ്ടോണ്ടിരുന്ന, അവൻ നിനക്ക് ജീവൻ തന്ന് മരിച്ചോന്ന്. ഏതിന് ഇയാളും പറയുമ്പോഴാണ് അവളും ചിരിച്ചോണ്ട്, എങ്കിൽ പിന്നെ എന്റെ കണ്ണു നോക്ക്, എനിക്ക് അതിന്റെ ഇമോഷൻ എല്ലാം ഉണ്ടോ, അവൻ തിരിച്ചു വന്ന്, നീ കൊന്നത് ഞങ്ങളെ ഒന്നല്ല നിന്നെ തന്നെ. ഏതിന് അവളും പറഞ്ഞിട്ട് പോയതോടെ ഇവന് മൊത്തത്തിൽ ഭ്രാന്തളകിയിരിക്കും, എല്ലാ പ്ലാനും ഫ്ലോപ്പ് ആയെന്ന് പറഞ്ഞ്. അതിനുശേഷം ലൈഫ് ടൈം ഇപ്പൊ ഡൊക്യുങ്ങിന്റെ അച്ഛനും ജയിലിലായതുകൊണ്ട് അമ്മയും വീട് മൊത്തത്തിൽ ക്ലീൻ ആയിക്കൊണ്ടിരിക്കും, അങ്ങയുടെ സാധനം എല്ലാം പുറത്തേക്ക് എടുത്ത് കളയാൻ വേണ്ടി. അപ്പോഴാണ് ഡൊക്യുങ് ഇവരുടെ ഫാമിലി ഫോട്ടോയില് അവനെ അവന്റെ അമ്മയെ മാത്രം സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ മടക്കി വെച്ചേക്കും. കാരണം അവൻ ജീവിച്ച മൊത്തം അവന്റെ അമ്മയ്ക്ക് വേണ്ടിയാണ്. അപ്പോഴാണ് ഇത് കണ്ട് അമ്മയും ഫീൽ ചെയ്ത് അവനെ കുറിച്ച് ആലോചിച്ച് നോക്കുന്നത്. അങ്ങനെ അവന് രാത്രി സമയം പോലും നോക്കാതെ കരാട്ടയൊക്കെ പഠിക്കാൻ വേണ്ടി പോകുമ്പോഴാണ് അമ്മ ഈ സമയത്ത് എന്തിനാ അവൻ പുറത്തേക്ക് വന്നും ചെയ്യിക്കും. അപ്പോഴാണ് അവൻ അമ്മയോട്, എന്നെയും നിങ്ങളെ രക്ഷിക്കണമെങ്കിൽ ഞാൻ ഇതൊക്കെ പഠിച്ചേ പറ്റത്തുള്ളെന്ന്. അവൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴാണ് അവന്റെ കൈ മുറിഞ്ഞിരിക്കുന്നുണ്ട്. അമ്മ അവനൊരു ഓയിൽമെന്റ് എടുത്ത് കൊടുക്കും. അപ്പോഴാണ് അവനത് കണ്ടിട്ട്, അമ്മ ഇത് മുറിവിനുള്ള മരുന്നല്ല, ഇത് മറ്റേ കുരുപ്പൊന്നും ഇടത്തില്ല ആ ഓയിൽമെന്റ്. ഇതിന് അവനും ചിരിച്ചോണ്ട് അറിയുമ്പോഴാണ് അമ്മയും നാണക്കേടോടെ അവനോട് സോറി കഴിക്കും. അപ്പോഴാണ് അവൻ ചിരിച്ചിട്ട്, അമ്മ എങ്കിൽ പിന്നെ കാണാം. ഏതിന് അവനും പറഞ്ഞിട്ട് അങ്ങ് പോകും. അങ്ങനെ ഇതൊക്കെ അമ്മയെ ആലോചിച്ച് പൊട്ടി കരഞ്ഞോണ്ടിരിക്കും. ഇവര് കാരണം അവൻ മരിക്കേണ്ടി വന്നെന്ന് പറഞ്ഞ്. അവന്റെ ആകെയുള്ള തെറ്റെന്ന് വെച്ചാൽ അവൻ ഇവിടെ ജനിച്ചതാ. അവന്റെ അച്ഛൻ പറഞ്ഞ് ഡോഹിയെ കൊല്ലാൻ നോക്കിയതെല്ലാം അവന്റെ അമ്മയെ സുരക്ഷയായിട്ട് നോക്കാൻ വേണ്ടിയാ. അതേസമയം യങ്സി ഇപ്പൊ ജിയോങ് തിരിച്ചു വന്നോണ്ട് അവൾ വീണ്ടും തിരിച്ചു പോകാന്ന് പറയുമ്പോഴാണ് പാർക്ക് ഫീൽ ചെയ്ത് അവൾ സംസാരിച്ചോണ്ടിരിക്കും.
യങ്സി അവിടെ പോയതിനു ശേഷം ഞാൻ ഡെയിലി വീഡിയോ കോൾ ചെയ്യും, ഫോൺ അറ്റൻഡ് ചെയ്യണേ, ഇംഗ്ലണ്ടിൽ പോയിട്ട് നീ എന്നെ മറക്കോ, അവിടെ നിന്ന് ഫുഡ് കഴിക്കണം, പ്രാക്ടീസ് ചെയ്യണം, രാത്രി ഉറങ്ങുന്ന മുമ്പ് വിളിക്കണം. ഏതിന് ഇവനും പറയുമ്പോൾ തന്നെ അവളും തടഞ്ഞിട്ട് മിണ്ടായി, എനിക്ക് സമയമുള്ളപ്പോൾ ഞാൻ വിളിക്കും. ഏതിന് അവരുടെ സംസാരിക്കുമ്പോഴാണ് അവിടേക്ക് ജിയോങ് വരുന്നത്. ആ യങ്സി, ഇംഗ്ലണ്ടിൽ മഴയാന്ന് ഞാൻ അറിഞ്ഞായിരുന്നു, അതുകൊണ്ട് ഈ കോട നിന്റെ വെച്ചോ. ഏതിന് അവനൊരു ഗിഫ്റ്റ് കൊടുക്കുമ്പോഴാണ് ഇത് കണ്ട് പാർക്കും, ഓ ബോസ് നിങ്ങളുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഇത് കൊടുക്കുവാണോ, മഴയത്ത് ഇവള് കൊട യൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഓർമ്മ വരണം എന്ന് പറഞ്ഞല്ലേ ഇത് കൊടുക്കുന്നത്. ഏതിന്റെ അവൻ കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കുമ്പോഴാണ് അവന് ഷൈയായി, എടാ ഇത് വെറും അമ്പർല, ജസ്റ്റ് ഒരു കൊട, എന്നാ നീ പിടിച്ചോ. ഏതിന് അവനും അവളോട് സ്നേഹമൊക്കെ പുറത്ത് കാണിക്കാതിരിക്കും. അതിനേശം അവനും അവൾക്ക് ഒരു പക്ഷേ തിരിച്ച് ഇവിടെ വരാൻ തോന്നിയ എപ്പം വേണമെങ്കിലും വരാന്ന്. ഇവർ രണ്ടുപേരും കൂടെ അവൾക്ക് ഗുഡ് ബൈ പറയുമ്പോഴാണ് യങ്സി ഇവിടെ നിന്ന് പോകുമ്പോൾ അവരോർത്ത് ഫീൽ ചെയ്ത് വിഷമിച്ച് കരഞ്ഞോണ്ടിരിക്കും. അതിനേശം ഇവള് പോകുന്നതിന് മുമ്പേ അവളുടെ പഴയ വീടൊന്ന് കണ്ടിട്ട് വന്ന് പറഞ്ഞ് അവിടേക്ക് വന്ന് നിൽക്കുമ്പോഴാണ് പണ്ട് ഇവളെ ഉപദ്രവിച്ച പോലെ വേറൊരു പെങ്കൊച്ചിനെ അവളുടെ അച്ഛൻ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കണ്ട് അവളും ദേഷ്യത്തി ഈ തവണ അവൾ ആ കൊച്ചിന് സപ്പോർട്ട് നിൽക്കും. ഹലോ പോലീസ് സ്റ്റേഷനാണോ, ഇവിടെ ചൈൽഡ് അബ്യൂസ് നടക്കുന്നത്. ഏതിന് അവളും കാര്യം മനസ്സിലാക്കി പോലീസ് സ്റ്റേഷനിലേക്ക് പോകുമ്പോഴാണ് അയാളും പോലീസിനോട് തർക്കിച്ചോണ്ടിരിക്കും, എടോ എന്റെ മോളെ ഞാൻ അടിക്കും തല്ലും, അതൊക്കെ ചോദിക്കാൻ നീ ആരാ. ഏതിന് അവരൊക്കെ അവിടെ തർക്കിച്ചോണ്ടിരിക്കുമ്പോഴാണ് യങ്സിയുടെ ഡ്രൈവറും പുറത്തേക്ക് വന്ന് അവൾക്ക് ഫ്ലൈറ്റിനുള്ള സമയം എന്നറിയും. അപ്പോഴാണ് അതേസമയം ഇവളാ കൊച്ചിനെ നോക്കുമ്പോൾ അവൾ ഒറ്റയ്ക്ക് വന്ന് പേടിച്ചിങ്ങനെ വിഷമിച്ചിരിക്കും. അതിനേശം യങ്സി ഒരു തീരുമാനം എടുക്കും, ഈ കൊച്ചിനിപ്പം ഇവൾ ആവശ്യമുണ്ടെന്ന് അറിഞ്ഞ്. അതിനേശം അവളും വിദേശത്ത് പോകുന്നത് ക്യാൻസൽ ആക്കിയിട്ട് ഇവളുടെ കൂടെ ജീവിക്കാൻ തീരുമാനം എടുക്കും. അങ്ങനെ യങ്സിയും അവൾക്ക് വേണ്ടി പുതിയ ഷൂസ് ഒക്കെ വാങ്ങിച്ച് ഇട്ടുകൊടുക്കുമ്പോഴാണ് ആ കൊച്ചു സന്തോഷിച്ച് ചോദിക്കുന്നത്, ചേച്ചി നിങ്ങൾ ഏഞ്ചലാണോ. ഏതിന് അവളും ചോദിക്കുമ്പം യങ്സിക്ക് പണ്ട് ഇവളുടെ അവസ്ഥ ഓർമ്മ വരും, നമ്മുടെ ജിയോങ്ങിനെ കണ്ട് ഏഞ്ചലാണോ എന്ന് ചോദിച്ചേക്ക്. പക്ഷെ അവൻ ആ സമയത്ത് ഏഞ്ചൽ എന്ന മനുഷ്യരെ രക്ഷിക്കാൻ വരത്തില്ലെന്ന് പറഞ്ഞാണ്. അങ്ങനെ ഇതൊക്കെ ആലോചിച്ച് നോക്കിയിട്ട് അവളും ഈ പെങ്കൊച്ചിനോട് പറയും, ആണ് ഞാൻ ഏഞ്ചൽ നമ്മളെ രക്ഷിക്കാൻ വേണ്ടി വരും. എന്നിട്ട് അവൾ ആ കൊച്ചിന് വിശ്വാസം കൊടുക്കും. അതിനേശം ഇപ്പൊ ഡൊക്യോങ്ങിന്റെ അമ്മയും അവർ തെറ്റടക്കുന്നതിനെ കണ്ട് അതിനെ എതിർക്കാത്തതിന് ഡോഹിയുടെ സോറി ചോദിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് അവൾ അവരെ ക്ഷമിച്ചിട്ട് ഇപ്പൊ എന്തിനാ കമ്പനിയിൽ നിന്ന് പുറത്തേക്ക് വന്നും ചോദിക്കും. അപ്പോഴാണ് അവരും പറയുന്നത് ഡൊക്യോങ്ങിനെ നല്ലോണം വളർത്താൻ പറ്റാത്തതുകൊണ്ട് അവർ ഇതേപോലെ വയലൻസ് കാരണം കഷ്ടപ്പെടുന്ന കുറെ കുട്ടികളെ സേഫായിട്ട് നോക്കുന്ന ഒരു സെന്റർ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന പറയും. അങ്ങനെ ഇതൊക്കെ ചെയ്താലും അവർക്ക് എപ്പോഴും ഒരു കുറ്റബോധം കാണും ഡൊക്യോങ്ങിനെ അവർ കെയർ ചെയ്തതിനെ കുറിച്ച്. അപ്പോഴാണ് ഇതെല്ലാം കേട്ട് ഡോഹിയും എന്തെങ്കിലും ആവശ്യമുണ്ട് അവൾ എപ്പം വേണമെങ്കിലും വിളിക്കാന്ന് പറയും. അതേസമയം പാർക്കും വീണ്ടും സീക്രട്ട് ആയിട്ട് സെക്രട്ടറി കാണാൻ വേണ്ടി കമ്പനിയിലേക്ക് വരുമ്പോഴാണ് അവരും ധൈര്യത്തെ അവിടേക്ക് വന്ന് അവന്റെ ഹെൽമെറ്റ് പിടിച്ചങ്ങ് വരും. അതിനെ ഷിന്നി ഇങ്ങനെ ഒളിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞ് എല്ലാവരോടും വിളിച്ച് തുറന്നറിയാൻ വേണ്ടി പോകും. ഗൈസ് ഞങ്ങൾ രണ്ടും ഡേറ്റ് ചെയ്യുക, ഇതാ എന്റെ ഇന്നസെന്റ് ആയിട്ടുള്ള മിസ്റ്റർ പാർക്ക്. എന്നിനെ സെക്രട്ടറിയും തുറന്നറിയുമ്പോഴാണ് ഇത് കേട്ട് പാർക്ക് സന്തോഷത്തി ഷോക്കായിരിക്കും. അപ്പോഴാണ് അവരൊക്കെ ഇത് കേട്ടിട്ട് ഓ ഇപ്പോഴാണോ പറയുന്നത്. എന്നിന് അവരുടെ റിയാക്ഷൻ കാണുമ്പോഴാണ് ഇവർക്ക് രണ്ടുപേർക്കും മനസ്സിലാവുന്നത് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും പണ്ടേ അറിയാന്ന്. അപ്പോഴാണ് സെക്രട്ടറിയും ഇതൊക്കെ എങ്ങനെ കണ്ടുപിടിച്ചും ചോദിക്കും. അപ്പോഴാണ് അമ്മ ഒരു ഫ്ലാഷ് ബാക്ക് പറയുന്നത് ഇവര് പുറത്തേക്ക് ഇങ്ങനെ ചുമ്മാ കറങ്ങാൻ പോയപ്പം ഇവരുടെ ഒരു കപ്പിൾസ് ആയിട്ട് അവിടെ കുറെ ഫോട്ടോസ് ഒക്കെ എടുത്ത് ഒട്ടിച്ച് വെച്ചേക്കും. അങ്ങനെ ഇതൊക്കെ പബ്ലിക്ക് കാണിച്ചിട്ട് കമ്പനി മാത്രം സീക്രട്ട് ആയിട്ടിരുന്ന ഞങ്ങൾ എങ്ങനെ അറിയായിരിക്കുമെന്ന് അവരൊക്കെ കളിയാക്കുമ്പോഴാണ് ഇത് കേട്ട് അവസാനം ഇവർ രണ്ടും കൂടെ ചമ്മിപ്പോവും. അങ്ങനെ ഒരു 4 മാസം കഴിഞ്ഞ് ഇപ്പൊ കാണിക്കുവാണ്. ഇപ്പൊ ഒരുത്തനും ജിയോങ്ങിനെ കണ്ട് പേടിച്ച് ഓടുമ്പോഴാണ് അവന് ഫ്രണ്ട് വന്നിരിക്കുന്നത്. ഇത് കണ്ട് മറ്റവനും പേടിച്ച് അവന്റെ കാലി വീഴും. പ്ലീസ് എന്നെ കൊല്ലല്, എനിക്കിനി കുറച്ച് സമയം കൂടെ വേണം, എന്റെ അമ്മ വീട്ടിൽ ഒറ്റയ്ക്ക, അവർക്ക് വയ്യ. എന്നിന് ഇവനും കെഞ്ചുമ്പോഴാണ് ജിയോങ്ങിന് പാവം തോന്നി കുറച്ച് സമയം കൂടെ കോൺട്രാക്ട് വലിച്ചു കിട്ടാൻ തീരുമാനിക്കും. അപ്പോഴാണ് പാർക്ക് അവനെ ഫോൺ വിളിച്ച് അതൊക്കെ അവന്റെ ആക്ടിങ് ആണെന്ന് വിളിച്ചു പറയും. കാരണം വീട്ടിൽ ഇവനാണ് അവന്റെ അമ്മയെ കുറെ കഷ്ടപ്പെടുത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെ അത് കാരണമാണ് അവർക്ക് വയ്യാതായത്. അപ്പോഴാണ് ഈ സത്യം അറിഞ്ഞ് ജിയോങ്ങും എത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഞാൻ ചെയ്ത കോൺട്രാക്ട് യൂസ് ചെയ്തിട്ടുണ്ട് നിന്റെ അമ്മയെ നീ കഷ്ടപ്പെടുത്തി കാണും. ഏതിന് ഇവന് സത്യം കണ്ടുപിടിക്കുമ്പോൾ തന്നെ മറ്റവനും ദേഷ്യത്തിൽ ജിയോങ്ങിനെ അടിക്കാൻ വേണ്ടി വരും. അതോടെ ജിയോങ് അവന്റെ പവർ യൂസ് ചെയ്ത് ഇവനെയും കൊല്ലും. അതിനുശേഷം ഡോഹിയുടെ കമ്പനിയിൽ എല്ലാവരും ചെയർമാൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് ഡോഹി മാസമായിട്ടൊന്ന് ആ സീറ്റ് ഇരിക്കാതെ സൈഡിൽ ചെന്നിരിക്കും. കാരണം ചെയർമാൻ വേറൊരു വ്യക്തിയാണ്. അപ്പോഴാണ് അതാരാന്ന് നമുക്ക് കാണിക്കുന്നത് സിയോക്. അങ്ങനെ അവനും ഗെറ്റപ്പൊക്കെ ചേഞ്ച് ചെയ്ത് ചെയർമാൻ സീറ്റ് വന്നിരിക്കുമ്പോഴാണ് അവരെല്ലാരും കൂടെ ബിസിനസ്സുകാരായിട്ട് ഡിസ്കസ് ചെയ്തോണ്ടിരിക്കും. അതിനുശേഷം മീറ്റിംഗ് കഴിഞ്ഞ് അവനും ഡോഹി അടിച്ചും സംസാരിക്കും. ഡോഹി സത്യത്തിൽ നീ ഓക്കെ ആണോ എനിക്ക് ഈ സീറ്റ് തന്നതിന്, കാരണം നിന്റെ പൊസിഷനാ. ഏതിന് ഇവൻ പറയുമ്പോഴാണ് അവളും സിയോക് എന്നെക്കാളും ബെറ്റർ നീയാ, ഞാൻ ഈ പൊസിഷന് വരുവാണെങ്കിൽ അതിന് കാരണം മാഡം ജോ മാത്രമേ ഉള്ളൂ, അല്ലാതെ ഞാൻ ചെയ്ത വർക്കിനൊന്നും നിന്റെ അത്രയും വരില്ല. എങ്കിൽ പിന്നെ മാഡം ജോയുടെ ഈ സീറ്റ് നീ വെറുതെ കളയല്ലേ, എന്റെ കമ്പനി വല്ലതും കുളവാക്കിയാല മാക്സിമം പ്രോഫിറ്റ് ഒപ്പിച്ചോണം. ഏതിന് ഇവരുടെ ചിരി സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇവളെ തള്ളിയിട്ട് മാഡം ജോയുടെ മകളും വരും. മിസ്റ്റർ സിയോക് നിങ്ങൾക്ക് എന്റെ മക്കളെ ഓർമ്മയില്ല, വീട്ടിൽ വരുമ്പോൾ എന്തൊരു ക്ലോസ് ആയിരുന്നു, ഓസ്റ്റിൻ ഡസ്റ്റിൻ, അവരൊന്നും മറക്കല്ലേ, എപ്പോഴും നിങ്ങൾ സഹായത്തിനാണ്, ഒരാൾ ലെഫ്റ്റിലും ഒരാൾ റൈറ്റ് സൈഡിലും. ഏതിന് ഇവർ പറയുമ്പോൾ ഡോഹിയും ഓ ഈ ഡയലോഗ് ഇതിൽ മാറ്റിയില്ല, വേറെ എന്തെങ്കിലും പിടി. ഏതിന് അവരെല്ലാരും കൂടെ തിരിച്ച് സംസാരിച്ചോണ്ടിരിക്കും. അതിനുശേഷം ഡോഹിയും ഡൊക്യോങ്ങിന്റെ അച്ഛന്റെ കേസുമായിട്ട് ലോയറിനെ കാണാൻ പോകുമ്പോഴാണ് ആ വ്യക്തി ഇവള് മുമ്പ് ഡേറ്റ് ചെയ്ത പയ്യനാണ്. അപ്പോഴാണ് അവനും പറയുന്നത് ഡോഹി അങ്ങേരിനി പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല, ലൈഫ് ടൈം ജയിലിൽ കിടക്കേണ്ടി വരും, അതുകൊണ്ട് അതോർത്ത് വിഷമിക്കണ്ട.
എന്നിന് ഇവൻ പറയുമ്പോഴാണ് അവളും ഹോ അത് മതി, എന്തായാലും അവൻ കാരണം ഇനി ആർക്കും ശല്യം വരുത്തില്ലല്ലോ. ഏതിന് അവള് സമാനപ്പെടുമ്പോഴാണ് അവനും പറയുന്നത് പിന്നെ ഡോഹി, ഈ കേസ് ഞാൻ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി. മാഡം ജോയ്ക്കില്ല, അവർക്ക് സത്യം പറഞ്ഞ ക്യാൻസർ ഉണ്ടായിരുന്നു. അവരല്ലേലും മരിക്കാൻ പോകുന്ന അവസ്ഥയില. ഇത് നിങ്ങൾ അറിഞ്ഞായിരുന്നു? ഏതിന് അവനും ചോദിക്കുമ്പോഴാണ് ഡോഹി ഇതൊക്കെ കേട്ട് ഷോക്കാകും. അതിനുശേഷം അവളും മാഡം ജോ അടക്കിയ സ്ഥലത്തേക്ക് വരും. മിസ് ജോ, നിങ്ങൾക്ക് അവസ്ഥ ഉള്ളതുകൊണ്ടാണോ എന്നെ പെട്ടെന്ന് തന്നെ കല്യാണം കഴിപ്പിക്കാൻ ഫോഴ്സ് ചെയ്ത്? എന്നോട് മുമ്പ് ഇത് പറയാത്തെന്ത്? ഞാൻ നിങ്ങളോട് സ്നേഹത്തിൽ ബിഹേവ് ചെയ്തേനെ, വെറുതെ നമ്മൾ തമ്മിൽ വഴക്കുണ്ടാകത്തില്ലായിരുന്നു. ഏതിന് അവളും ഫീൽ ചെയ്ത് അവിടെ ഒരു ഫ്ലവർ വെച്ചിട്ട് അവൾ അവിടെ നിന്ന് പോകും. അതേസമയം ജിയോങ്ങും ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിച്ചോണ്ടിരിക്കും. മനുഷ്യരൊക്കെ മാക്സിമം 130 വരെയൊക്കെ പോയിട്ടുണ്ടോ, പക്ഷെ അത്രയും വർഷം പെട്ടെന്ന് തന്നെ പോവില്ല, ഞാൻ എന്ത് ചെയ്യും? ഏതിന് അവനെ ആലോചിച്ചോണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് ഡോഹിയും ഇവന് കഴിക്കാൻ വേണ്ടി കേക്ക് ആയിട്ട് വരും. അപ്പോഴാണ് അവനിത് വാങ്ങിച്ചിട്ട് ഡോഹി ഷുഗർ ഒന്നും കഴിക്കില്ലേ, നിനക്ക് ഷുഗർ വരും, മാക്സിമം ഹെൽത്തി ആയിട്ട് നീ ജീവിക്കണം, അതുകൊണ്ട് ഇത് ഫുൾ എനിക്കാ. ഏതിന് അവനും പറയുമ്പോഴാണ് അവളും പറ്റത്തില്ലെന്ന് പറഞ്ഞ് അവൾക്കത് പങ്കുവേണമെന്ന് പറയും. അപ്പോഴാണ് അവനൊന്നും പറ്റത്തില്ലെന്ന് പറഞ്ഞ് എങ്കിൽ പിന്നെ രണ്ടുപേരും കേക്ക് കഴിക്കേണ്ടെന്ന് അത് ഇടിച്ച് മാറ്റി വയ്ക്കും. അതിനുശേഷം ഇവർ രണ്ട് ഒരുമിച്ച് സംസാരിക്കുമ്പോഴാണ് അവൻ അവളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. ഇത് കണ്ട അവളും ജിയോങ് നീ അങ്ങോട്ടേക്ക് നോക്കാത്തത്, അവിടെ നല്ല വ്യൂവാ എന്ന് ഇവള് പറയുമ്പോഴാണ് അവനും അതിനേക്കാളും നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ഇവിടെ ഉണ്ട്, പിന്നെ എന്തിനാ ഞാൻ അങ്ങോട്ട് നോക്കുന്നത് ഏതിന് അവനും പറയുമ്പം അവളും ചിരിക്കും. അപ്പോഴാണ് അവനും ഡോഹി നിന്റെ കൂടെയുള്ള സമയമെല്ലാം പെട്ടെന്ന് പോവുക. ഏതിന് ഇവൻ പറയുമ്പോഴാണ് അവളും ഓ അതുകൊണ്ടല്ലേ ഇത് വിലപ്പെട്ട സമയം എന്ന് പറയുന്നത്. ഏതിന് ഇവൾ അവനെ സമാനപ്പെടുത്തി രണ്ടുപേരും കൂടെ ടൈം സ്പെൻഡ് ചെയ്തോണ്ടിരിക്കും. അതിനുശേഷം ഇപ്പൊ കുറച്ച് ദിവസം കഴിഞ്ഞ് ജിയോങ്ങും ദേഷ്യത്തിൽ തിരിച്ച് അവന്റെ വീട്ടിലേക്ക് തന്നെ പോകും. എടാ പാർക്ക്, നീ കല്യാണം കഴിക്കല്ലേ, ഈ കല്യാണം തന്നെ മൊത്തത്തിൽ പ്രശ്നമാണ്, എനിക്ക് ഡോഹിയായിട്ട് വഴക്കുണ്ടായി. ഇത് കണ്ടോ അവൾ എന്ത് ചൈൽഡിഷ് പരിപാടിയെ കാണിച്ചെന്നറിയാ, എന്റെ ഡീമോ ബുക്ക് മൊത്തത്തിൽ കളിപ്പാട്ടാക്കി മാറ്റി. ഏതിന് ഇവനും ദേഷ്യപ്പെടുമ്പോഴാണ് പാർക്കും കെടിച്ചിരിച്ചിട്ട് ഓ അവളെങ്ങനെ വഴക്ക് പറയല്ലേ, അവൾ നല്ല കൊച്ച. ഏതിന് ഇവൻ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് അവനും ദേഷ്യത്തി നീ എന്ത് ഇപ്പൊ അവളുടെ സൈഡാണോ. ഏതിന് ഇവനും ചൂടാകുമ്പോ തന്നെ പാർക്കും അവൾ അടുത്തുണ്ടെന്ന് സിഗ്നൽ അടിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ജിയോങ് അവിടേക്ക് നോക്കുമ്പോൾ അവളിങ്ങനെ ദേഷ്യത്തി അവനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. ഇത് കണ്ട് അവനും ചിരിക്കുമ്പോഴാണ് അവൾ അവനെ കണ്ടിട്ട് ഹബ്ബി നമുക്കൊന്ന് സംസാരിച്ചാലോ. ഇല്ല നമ്മൾ വീട്ടിൽ വെച്ച് സംസാരിച്ചില്ലായിരുന്നോ, അത് വേറെ, നമുക്കിപ്പോ ഒന്നും കൂടെ സംസാരിക്കാനുണ്ട്. ഏതിന് അവരുടെ ഒരു വഴക്ക് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയ ഉടനെ പാർക്കും പേടിച്ച് അവിടെ നിന്ന് പോകും. അതോടെ ജിയോങ്ങും പേടിച്ചിട്ട് അയ്യോ എന്റെ ഡീമൺ ബുക്കാരെ ഇത്രയും ബ്യൂട്ടിഫുൾ ആക്കിയ നല്ല സ്റ്റിക്കർ അല്ലേ, ഈ തവളയും പന്നിയൊക്കെ ആരാണ് ഒട്ടിച്ച. ഏതിന് അവന് വിഷയം മാറ്റുമ്പോഴാണ് അവൾ അടുത്തേക്ക് വന്നിട്ട് ഇതിനും ആരാണ്ട് അത് കൊള്ളത്തില്ലെന്ന് പറഞ്ഞായിരുന്നല്ലേ. ഏതിന് അവനെ പേടിപ്പിച്ചോണ്ടിരിക്കും. അങ്ങനെ ഇവർ തമ്മിൽ തമാശയ്ക്ക് ചുമ്മാ ചെറിയ ചെറിയ വഴക്കൊക്കെ ഉണ്ടായി. അവസാനം ജിയോങ് അവളെ സമാനപ്പെടുത്തി രണ്ടുപേരും കൂടെ വീണ്ടും ഒന്നിക്കും. അങ്ങനെ ഇവരുടെ ലൈഫ് ജേർണി ഇങ്ങനെ പോകുന്നതൊക്കെ കണ്ട് ദൈവം അവിടെ ഇരുന്നുകൊണ്ട് സന്തോഷത്തിൽ കണ്ടോണ്ടിരിക്കും. അങ്ങനെ ആ ഒരു ബ്യൂട്ടിഫുൾ സീനോടെ നമ്മുടെ ഡ്രാമ ഇവിടെ തീരുകയാണ്. ഈ ഡ്രാമ ഇഷ്ടപ്പെട്ടെല്ലാം വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങൾക്ക് ഇത് ഏറ്റവും ഇഷ്ടപ്പെട്ട ആരാന്ന് താഴെ കമന്റിൽ പറയുക. സോ ഇനിയിപ്പോൾ നമുക്ക് മൈ ഡെസ്ക് മേറ്റ് ഡ്രാമയിൽ കാണാം. 돌아보면 참 어렸었지. 난 일기장에 걱정 많던 아이뿐 힘들었던 모두 여기 아무도 가지 못했던 저 멀리로 달려갈래.
songs. Find